ഈ ചോദ്യം ഉള്ളിൽ ചോദിക്കണം, മനുഷ്യൻ എന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടണം. എന്താ നമുക്ക് വേണ്ടത്? മണിമാളികകളാണോ മനുഷ്യന് വേണ്ടത്? നിറഞ്ഞു കവിയുന്ന പണമാണോ, സമ്പത്താണോ മനുഷ്യന് വേണ്ടത്? അധികാര കേന്ദ്രങ്ങളാണോ മനുഷ്യന് വേണ്ടത്? മനുഷ്യൻ എന്താ വേണ്ടത്? ആ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്ക് നിങ്ങള്. കാറാണോ, വീടാണോ, പണമാണോ, ജോലിയാണോ? എന്താ മനുഷ്യന് വേണ്ടത്? പെണ്ണുങ്ങളൊക്കെ ചിന്തിച്ചു നോക്കി, എന്താ എനിക്ക് വേണ്ടത്? എന്താ വേണ്ടത്? എന്താ ഈ ജീവിതത്തിന്റെ ഒരു അർത്ഥം? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നിങ്ങൾക്ക് ഉത്തരം കിട്ടുക പണം എന്നല്ല, പദവികൾ എന്നല്ല, സമ്പത്ത് എന്നല്ല. ഉത്തരം 3. മറക്കരുത് ഞാൻ പറയണത്, മറക്കരുത്. ഇവിടുന്ന് കുറെ കലാപരിപാടികളും കണ്ട് ഉദ്ഘാടനവും കഴിഞ്ഞ് പിരിഞ്ഞു പോവരുത്. ഓർത്തുവെക്കാൻ, മനസ്സിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ ചിലതെങ്കിലും ബാക്കിയായിട്ട് മാത്രമേ ഈ ഓഡിറ്റോറിയത്തിന്റെ പടികൾ ഇറങ്ങാവൂ നിങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? മനുഷ്യൻ എന്ന ജീവിക്ക് 3 കാര്യങ്ങൾ മതി. അതെന്താ? ഞാൻ എണ്ണാം. 1 മനസ്സമാധാനം, 2 സംതൃപ്തി, 3 സന്തോഷം. സമാധാനം, സംതൃപ്തി, സന്തോഷം. മറക്കാതിരിക്കാനാ ഞാനിങ്ങനെ പോയിന്റ് ആക്കി പറഞ്ഞത്. ഇത്രേ വേണ്ടൂ പ്രിയപ്പെട്ടവരെ നമുക്ക്. മനുഷ്യൻ എന്ന ജീവിക്ക് ഇതേ വേണ്ടൂ. എത്ര സമ്പത്തുകൾ കുന്നുകൂട്ടിയാലും മനസ്സമാധാനം ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. എത്ര വലിയ വീടുകൾക്കകത്ത് താമസിച്ചാലും സന്തോഷമില്ലാതെ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. ഇതെല്ലാം, ഈ വീടും സൗകര്യങ്ങളും മക്കളും സമ്പത്തും എല്ലാം മനുഷ്യന് ഈ 3 വേണ്ടിയാ. ഇതുണ്ടോ ഈ കുടുംബ സംഗമത്തിൽ? ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് എത്ര പേർക്കുണ്ട് ഇത്? മക്കള് വലിയ സങ്കടമായി മാറിയവർ എത്ര പേരുണ്ട്? ആൺകുട്ടിയുടെ പോക്ക്, ഒരു മുടിയൊക്കെ 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ തുടങ്ങും മുടിപ്പും ഉണ്ടോ? എന്നിട്ട് പിന്നെ ഒരു അന്തം വിട്ട സാധനം പറഞ്ഞാ കേൾക്കൂല. കേൾക്കുവോ? എന്തെങ്കിലും ഒന്ന് കേൾക്കുവോ? ഇല്ല. കല്യാണപ്പോരേക്ക് കൊണ്ടുപോകാൻ പേടിയാ. +2 പഠിക്കുന്ന ചെക്കന് ഓന്റെ താടിയും മുടിയും കോലും കണ്ട ആൾക്കാർ ചോദിക്കും എന്താണ് അത്? നമുക്ക് പറയാൻ പറ്റുമോ നിന്റെ മോനാന്ന്? പറ്റുമോ? യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ കാണുന്നത് മാത്രമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ പാവം മക്കൾ. 10ലും +2ലും +1ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. എന്നിട്ട് കച്ചറ ഫോണ് വേണം. എന്നിട്ടോ അതിന് തോണ്ടി ജീവിതം അതിലാണ്ട് തീരും. മനുഷ്യൻ എന്താ വേണ്ടത് പ്രിയപ്പെട്ടവര്? എന്റെ മുന്നിലിരിക്കുന്ന 7ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കുട്ടികളോട് ഞാൻ ചോദിക്കും, എന്താ വേണ്ടത്? നിങ്ങൾ എന്താ വിചാരിച്ച ഒരു ഫോണ് കിട്ടിയ ജീവിതമായിരുന്നോ? നിങ്ങൾ എന്താ വിചാരിച്ചത് കുറെ കളിച്ചാൽ മതിയെന്നോ? അല്ല. 3 മനുഷ്യന് മനസ്സമാധാനം വേണം. അത് കിട്ടാനാണ് ഈ ലോകത്ത് മനുഷ്യൻ നെട്ടോട്ടമോടുന്നത്. ആൾ ദൈവങ്ങളുണ്ട്. മാതാ അമൃതാനന്ദമായി ഉണ്ടോ? ആൾ ദൈവങ്ങളുടെ അടുത്തേക്ക് മനുഷ്യനെ ഓടുക. എന്തിനാ ഓടുന്നറിയോ? സമാധാനം തരുമോ? എത്ര പൈസയും തരാ. അപ്പൊ മനുഷ്യൻ എന്ന ജീവിക്ക് വേണ്ട 3 കാര്യങ്ങൾ ഇതാ. കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് നോക്കാം, എന്താണ് കുടുംബം? നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പരത്തി പറയാൻ, വിശദമാക്കി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുന്നു ഞാൻ. എന്താണ് കുടുംബം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരാണും ഒരു പെണ്ണും കല്യാണം കഴിച്ചു, കുടുംബം തന്നെ. അതൊന്നല്ല കുടുംബം. അല്ല കൂട്ടരെ, ഒരു പെൺകുട്ടിയോട് നിങ്ങൾ കല്യാണത്തെ കുറിച്ച് പറഞ്ഞു നോക്ക്. ഒരു 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയോട് മോളെ കെട്ടിച്ചാലോ ഉണ്ടാൻ തൊളിയുമ്പോ അവിടെ ഉണ്ടോ? 20 വയസ്സ് കഴിഞ്ഞ പെണ്ണിനോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ മോളെ കെട്ടിച്ചാലോ? ഞാൻ തയ്യാറല്ല, ഞാൻ റെഡിയല്ല. എന്താ അവള് റെഡി അല്ലാത്തതെന്നറിയോ? അറിയോ നിങ്ങൾക്ക്? അവക്ക് പ്രേമുണ്ടായിട്ടല്ല, പിന്നെ ഉമ്മാന്റെയും ബാപ്പാന്റെയും ജീവിതം കണ്ടിട്ട് ആ പെൺകുട്ടി പഠിച്ചൊരു പാഠം എന്താണെന്നറിയോ? ഇത് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ പറച്ചോനെ. ബാപ്പാന്റെ ദുശാഠ്യം, ബാപ്പാന്റെ വാശി, ബാപ്പാന്റെ ഒച്ച ആരെ മേലെ നേരെ ഉമ്മക്ക് നേരെ. ആലോചിച്ച് നോക്ക് നിങ്ങള്. ഒരു പെൺകുട്ടിന്റെ അടുത്ത് കൊണ്ടുവരിക കൗൺസിലിങ്ങിന് വേണ്ടി. ഒരു പെൺകുട്ടിയെ നല്ല പർദ്ദയിട്ട ഉമ്മ, താടി വെച്ച വാപ്പ, നിസ്കാരത്തഴമ്പുണ്ട്, 10-60 വയസ്സുണ്ട് വാപ്പാക്ക്. ആ പെൺകുട്ടി നല്ല പർദ്ദയൊക്കെ ഇട്ട് മഫ്തിയൊക്കെ ഇട്ട് നല്ല ഡീസന്റ് കുട്ടി. ആ പെൺകുട്ടി എന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ബാപ്പി ഇമ്മയും പറയാണ്, ഓളെ പുറത്തിരുത്തിയിട്ട് വാതിലൊക്കെ അടച്ചിട്ട് ഓല് പറയാണ്, സാറേ ഞാന് മറ്റേ പള്ളി കമ്മിറ്റിന്റെ ആളാണ്. ഞാൻ പറഞ്ഞു, ഉഷാർ, എന്റെ നാട്ടിലെ ഫുൾ കാര്യങ്ങളും ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, അടിപൊളി ഉഷാർ. പിന്നെ ഞങ്ങൾ കുറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് വീൽ ചെയർ കൊടുക്കും, ആൾക്കാർക്ക് സഹായങ്ങൾ കൊടുക്കും. ഇതിന്റെ ഒക്കെ ആള് ഞാനാ. ആരാ പറയണറിയോ? 60 വയസ്സുള്ള താടി വെച്ച നിസ്കാരത്തഴമ്പുള്ള വാപ്പ.
ഞാൻ പറഞ്ഞു, ആ നിങ്ങൾ ഉഷാറുള്ള ആള്. അതെ ഉഷാറാണ്. എന്താ പ്രശ്നം? എന്തിനാ നിങ്ങൾ എന്റെ അടുത്ത് വന്നത്? ബാപ്പ ഒന്നുകൂടി എന്റെ മുന്നിലേക്ക് ചാഞ്ഞിരുന്ന് എന്നോട് പറയാണ്, നോക്ക് എന്റെ മോളാണ് സാറേ പുറത്തേക്കണത്. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? ഓക്കൊരു പ്രേമം. ഞാൻ ചോദിച്ചു അതിന്? എന്നിട്ട് ഞമ്മക്ക് ഇപ്പൊ പറ്റുമോ? നിങ്ങൾക്കറിയില്ല ഞാൻ വലിയ ആളാ നാട്ടില്, എന്റെ മോള് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അവിടെ സാറൊന്ന് സ്വകാര്യമായിട്ടാവൊന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉഷാറാക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് സംസാരിക്കാം. ആ പെൺകുട്ടിന്റെ മുന്നിലേക്ക് കയറി വന്നു, എന്റെ മുന്നിലെ കസേരയിലിരുന്നു. മിടുമിടുക്കി പെണ്ണ്, നല്ല സ്മാർട്ട് കുട്ടി. അവളിന്റെ മുന്നിലിരുന്നു, ചിരിച്ചു. ഞാൻ സലാം പറഞ്ഞു, അവളും തിരിച്ചു സലാം മടക്കി. ഞാൻ ചോദിച്ചു എന്താ പേര്? പേര് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല കുട്ടി, ഡീസന്റ് കുട്ടി. ഞാൻ ചോദിച്ചു എന്താ മോളെ പ്രശ്നം? ഓള് ചോദിച്ചു എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ സാറേ, എന്താ നിങ്ങളെ പ്രശ്നം? ഞാൻ പറഞ്ഞു വാപ്പാക്കാ പ്രശ്നം, എനിക്കും പ്രശ്നമൊന്നുമില്ല. വാപ്പാക്ക് മോക്കൊരു പ്രേമുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ ഉണ്ട്, ഞാനൊരു ചെക്കനെ പ്രേമിക്കുന്നുണ്ട്, അതിനെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു മോളെ കുറെ കുഴപ്പങ്ങളുണ്ട്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു ശരി, ഞാൻ ആ ചെക്കനെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ ഗുണം? ബാപ്പയും ഉമ്മയും കാണിച്ചു തരുന്ന ഒരു പെണ്ണിനെ ഞാൻ കെട്ടാം, ഒരാണിനെ ഞാൻ കെട്ടാം. ബാപ്പയും ഉമ്മയും കാണിച്ചു തരുന്ന ഒരു ചെക്കനെ ഞാൻ കെട്ടാം സാറേ. ഞാൻ പറഞ്ഞു ശരി, പക്ഷെ അതുകൊണ്ട് എന്താ ഗുണം? ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്, മോക്ക് ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടും. ആഹാ, ബാപ്പയും ഉമ്മയും കാണിച്ചു തരുന്ന പെണ്ണിനെ ചെക്കനെ കെട്ടിയ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, ബർക്കത്ത് ഉണ്ടാവും. ഉണ്ടാവുമോ? ഉണ്ടാവും. ഓഹോ ശരി ശരി. എന്നിട്ട് ആ കുട്ടീനോട് പറഞ്ഞു ഞാനതൊക്കെ വിശ്വസിച്ചു. ഇനി ഞാൻ ഉമ്മനൊന്ന് വിളിക്കട്ടെ സാറേ? ഉമ്മനെ? ഞാൻ ചോദിച്ചു എന്തിനാ മോളെ ഉമ്മനെ വിളിക്കല്? ഒന്നുമില്ല, ഞാൻ ഉമ്മനൊന്ന് വിളിക്കട്ടെ. സാറ് പറയണമൊക്കെ എനിക്ക് മനസ്സിലായി, അവിടെ ഞാൻ ഉമ്മനൊന്ന് വിളിക്കട്ടെ. ഞാൻ വിചാരിച്ചു ഉമ്മനോട് മാപ്പൊക്കെ പറഞ്ഞ് സാറല്ലേട്ടോ ഉഷാറാക്കാനാന്ന്. ആ പെൺകുട്ടി വാതില് തുറന്ന് പുറത്തിരിക്കുന്ന ഉമ്മനെയും ബാപ്പനെയും, ആ വാതില് തുറന്നപ്പോ ഞാൻ കേൾക്കണം എന്താ നിങ്ങൾക്ക്? ബാപ്പാന്റെ ഫോണിൽ ഉമ്മക്ക് വയലിട്ട് കൊടുത്തതാ നന്നാവാൻ. വയല നന്നാവടി നന്നാവ്, പെണ്ണെങ്ങനെ വേണ്ടിയത് ഉമ്മക്ക്? ആ വയലിങ്ങനെ കേൾക്കുമ്പോ ഈ പെണ്ണ് വാതിൽ തുറന്നിട്ട് പറഞ്ഞു ഉമ്മ ഇങ്ങോട്ട് വാ എന്ന്. ആ പെണ്ണ് വിളിച്ചപ്പോ ബാപ്പയും എണീറ്റു കൂടെ. ആ പെൺകുട്ടി പറഞ്ഞു ബാപ്പ വേണ്ട, ബാപ്പ സിറ്റാവുന്നു, ഉമ്മ മാത്രം വാ. ഉമ്മ മാത്രം അകത്ത് വന്ന് പെൺകുട്ടി വാതിലടച്ചു. ഉമ്മൻ എന്റെ മുന്നിലിരുത്തി, അവളും എന്റെ മുന്നിലിരുന്നു. ഞാൻ ചോദിച്ചു എന്തിനാ മോളെ ഉമ്മ? അല്ല ഉമ്മ അവിടെ നിന്നോട്ടെ സാറേ, നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ ഒന്നുകൂടി പറയും. ഞാൻ ചോദിച്ചു എന്ത് സാധനം? ബാപ്പി ഉമ്മയും കണ്ടുപിടിക്കണ ചെക്കനെ കല്യാണം കഴിച്ചാലുള്ള ഗുണല്ലേ? ഗുണം അതൊന്നുകൂടി പറയുങ്ങള്. ഞാൻ പറഞ്ഞു അതത്രയും പറഞ്ഞുതരാ, മനസ്സമാധാനം, സംതൃപ്തി, സന്തോഷം, ബർക്കത്ത്, അതൊക്കെ ഉണ്ടാവൂലേ? ഇനി എന്റെ ഉമ്മനോട് ചോദിക്കി, എന്റെ ഉമ്മയും ബാപ്പയും, എന്റെ ഉമ്മന്റെ ഉമ്മയും ഉമ്മന്റെ ബാപ്പയും കണ്ടുപിടിച്ച ചെക്കനാണ് ആ പുറത്തേക്കുന്നത്. എന്റെ ബാപ്പ കൊടുത്തിടോ എന്റെ ഉമ്മക്ക് ഇതൊക്കെ? നിങ്ങൾ ചോദിക്കും ഉമ്മനോട്. ആ ഉമ്മനോട് ചോദിക്കാൻ അതിന്റെ തല കാണണ്ടേ? തല താത്തി വെച്ച് കരിയാതെ വിതുമ്പി കരിയ. ആ ഉമ്മ എന്റെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് ആ മോള് പറഞ്ഞു സാറേ ഉണ്ടായ കാലം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ ബാപ്പാന്റെ വൃത്തികെട്ട സ്വഭാവം കൊണ്ട് എന്റെ ഉമ്മ എന്റെ കണ്ണീര് കാണാൻ ഞാൻ. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഈ ഉണ്ടാക്കിയ കല്യാണം കൊണ്ടുവന്നിട്ട് സമാധാനം കിട്ടുന്നു? എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, ഉമ്മമാരെ, ഈ കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾ ചിന്തിച്ചോ, എന്റെയും എന്റെ ഭാര്യയുടെയും ജീവിതത്തിന്റെ സുഖം കണ്ട് ഏതെങ്കിലും ഒരു മക്കൾ നിങ്ങളെടുത്ത് വന്ന് ചോദിക്കോ ഉമ്മനെ പോലെ ജീവിക്കാൻ എനിക്കൊരു കെട്ടിച്ചേരും ഒരു പുതിയാപ്പിള്ളേന്ന് ചോദിക്കോ? എന്താ നമ്മളെ വീടിന്റെ അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഭർത്താവിന്റെ ദുശ്ശാഠ്യങ്ങൾ, ഭർത്താവിന്റെ പ്രശ്നമുള്ള സ്വഭാവം, ഒച്ചയും വിളിയും നായാട്ടും. അയാൾ അങ്ങോട്ട് വൈകുന്നേരം വരും, ഒച്ചയും വിളിയും നായാട്ടും പ്രശ്നങ്ങളും. ഉമ്മ അങ്ങനെ അറിയാ. ഇത് കണ്ട പെൺകുട്ടി കല്യാണം കഴിച്ചു പോകും നിങ്ങൾ വിചാരിക്കുന്നത് ആണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, ഓരോരുത്തരും ചിന്തിച്ചു നോക്കിക്കോ. കുടുംബം സ്വർഗമാക്കി മാറ്റണ്ടേ? അപ്പൊ എന്താ കുടുംബം? ഞാൻ പറഞ്ഞുതരാ, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാ മതി. ഞാൻ പറഞ്ഞുതരാ, ഒരു മനുഷ്യന് മനസ്സമാധാനവും സംതൃപ്തിയും സന്തോഷവും കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് കുടുംബം. ചിരി വരില്ല നിങ്ങൾക്ക് ഇത് കേട്ടിട്ട്? ഇല്ലേ? കല്യാണം കഴിച്ചിട്ട് 10-40 വയസ്സായി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ചിരി വരില്ല ഇത് കേട്ടിട്ട്? ഒരു മനുഷ്യന് മനസ്സമാധാനത്തിനും സംതൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടി മനുഷ്യരുണ്ടാക്കിയ സംവിധാനമാണ് കുടുംബം. ഈ കുടുംബത്തിൽ ഉണ്ടാവേണ്ട സാധനം ഇതാണ്. ഉണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടോ?